ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രഷ് സ്ട്രോബെറി കൊണ്ട് ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റിയും നല്ല റിച്ച് ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പോഞ്ച് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്ട്രെയിനറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് ഒന്നുകൂടെ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ട നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരണം. ഇപ്പോൾ ഇവിടെ മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറേ നേരം ബീറ്റ് ചെയ്യരുത്, പൊങ്ങിയ മുട്ട താന്നു പോകും. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് വിസ്കോസ് പാറ്റിലിയോ കൊണ്ടൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ബാറ്റർ ടൈറ്റ് ആയിട്ട് തോന്നുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുത്തത്. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഉരുളിയിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരുന്നു. അതിലേക്കൊരു റിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് എടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്കിനി ഈ കേക്ക് ഒന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ സ്ട്രോബെറി കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കേക്കിനുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ബോക്സ് ഫ്രഷ് സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് റിച്ചായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഫില്ലിങ് തയ്യാറാക്കുന്നത് കൊണ്ടാണ് 2 ബോക്സ് സ്ട്രോബെറി എടുത്തത്. നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട എന്നുണ്ടെങ്കിൽ 1 ബോക്സ് സ്ട്രോബെറി എടുത്താൽ മതിയാവും. 2 ബോക്സിൽ സ്ട്രോബെറിയും കൂടി കൂടിയിട്ട് ആകെ 30 സ്ട്രോബെറിയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഗ്രീൻ പാർട്ടും ആ ലീഫൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഈ സ്ട്രോബെറി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. അരിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. അരച്ചു വെച്ച സ്ട്രോബെറി ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി നല്ല പുളിയുള്ള ഒരു ഫ്രൂട്ടാണ്, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് തിക്കായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിത് പിന്നീട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ കേക്കിന് ആവശ്യമായ സ്പെഷ്യൽ സ്ട്രോബെറി ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറിയ ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായി ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 3 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് പോർഷൻ വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ടേൺ ടേബിളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ഷുഗർ സിറപ്പ് കൊണ്ട് കേക്ക് ഒന്ന് നനച്ചു കൊടുക്കാം. ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു പാലറ്റ് നൈഫ് കൊണ്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് സ്ട്രോബെറി ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു ബോർഡർ പോലെ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനൽ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ക്രീം കൊണ്ട് കേക്ക് മുഴുവൻ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ മാറ്റി വെച്ചിരുന്ന ആ വൈറ്റ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. റോസ് പെറ്റൽ നോസിലാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേക്കിന് ചുറ്റിനും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഞാൻ ഫുൾ ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ 2 ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനിയൊരു സ്ക്രൈപ്പർ കൊണ്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു സൈഡിൽ വൈറ്റ് ക്രീമും മറ്റേ സൈഡിൽ പിങ്ക് ക്രീമുമായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ സ്റ്റാർ നോസിലാണ് ഇട്ടിട്ടുള്ളത്. അത് വെച്ച് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡബിൾ ഷെയ്ഡിൽ ആ ഡിസൈൻ വരും. അതേ ഡിസൈൻ തന്നെ കേക്കിൻ്റെ താഴെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ബാലൻസ് ഉള്ള സ്ട്രോബെറി ഫില്ലിംഗ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.